സംഘപരിവാറിന് ബജറംഗ് ദളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഗവൺമെൻറ്റിനെ, ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത്. കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ നടന്ന 834ാമത്തെ സംഭവമാണ് ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണം. ഒരു ദിവസം ശരാശരി 2 കേസുകളാണ് ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അവസാനത്തെ സംഭവമാണിത്. ഇവരുടെ മുഖം മൂടി വലിച്ചു മാറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത. ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയും ആക്രമിക്കരുത്. തെറ്റായ കാര്യമാണ്. മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കള്ളക്കടത്ത് നടത്തിയെന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തിയവരെ ചെയ്തത്. അപ്പോൾ അത് വീണ്ടും ആവർത്തിച്ചാൽ, ഇപ്പോൾ ഒരു സ്ഥലത്തും അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ കന്യാസ്ത്രീമാർക്കും വൈദികർക്കും അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, പുറത്തെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്തും ഈ പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്.